വെൽക്കം. സൈമൺ ആണ്. നമുക്ക് പഠിക്കേണ്ടത് സ്കെലിറ്റൽ മസിൽ എങ്ങനെ കൺട്രാക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷെ അത് അറിയണമെങ്കിൽ നമുക്ക് ആദ്യം സ്കെലിറ്റൽ മസിലിന്റെ സ്ട്രക്ചർ, അൾട്രാ സ്ട്രക്ചർ വരെ നമുക്ക് അറിയണം. സ്കെലിറ്റൽ മസിൽ കൺട്രാക്ഷൻ ആക്ച്വലി പഠിക്കാൻ സുഖമാണ്. ഇവിടെ ഒരു മയോസിൻ ഫിലമെന്റ് ഇരിക്കുന്നു, മുകളിൽ ഇങ്ങനെ ആക്റ്റിൻ ഫിലമെന്റ് ഇവിടെ ഇരിപ്പുണ്ട്. ഇതിന്റെ മുകളിൽ കൂടെ ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് പോകുന്നു. ഈസിയാണ്. പക്ഷെ ഇതൊന്ന് പഠിച്ചു വരാൻ ഇത്തിരി ഒന്ന് ബുദ്ധിമുട്ടും, മാത്രമല്ല പഠിപ്പിക്കാനും കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. ഓക്കെ, സോ നമുക്കൊന്ന് ട്രൈ ചെയ്യാം. സോ നമുക്ക് ആദ്യം സ്കെലിറ്റൽ മസിൽ എങ്ങനെ ഫംഗ്ഷൻ ചെയ്യുന്നു, അതിന്റെ സ്ട്രക്ചർ എന്താണ് എന്ന് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. അടുത്ത വീഡിയോയിൽ, രണ്ടാമത്തെ വീഡിയോയിൽ നമുക്ക് സ്കെലിറ്റൽ മസിൽ കൺട്രാക്ഷൻ പരീക്ഷയ്ക്ക് എങ്ങനെ എഴുതണം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സ്കെലിറ്റൽ മസിൽ ബോഡി മൂവ്മെന്റിനെ സഹായിക്കുന്ന മസിലാണ്. കാരണം സ്കെലിറ്റൽ മസിൽ എന്ന് വെച്ചാൽ മസിൽ അറ്റാച്ച് ടു സ്കെലിറ്റൺ. സോ ഇത് എല്ലാണെങ്കിൽ ഇത് മസിലാണ്. ഇത് റെഡ് കളറിലുള്ളത് മസിലാണ്. ഇത് എല്ലുമായിട്ട് അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുക. സോ എല്ലുമായിട്ട് അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന മസിലുകളെയാണ് നമ്മൾ സ്കെലിറ്റൽ മസിൽസ് എന്ന് പറയാം. മിക്കവാറും ശരീരത്തിന്റെ പുറം ഭാഗങ്ങളിലായിരിക്കും കാണുക. ഉള്ളിലുണ്ട്, ഇപ്പൊ ചെവിയുടെ ഉള്ളിലൊക്കെ കാണാം. ആൻഡ് ഈ ബോണും എല്ലുമായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന ഈ ഭാഗം, ഇതിനെ നമ്മൾ വിളിക്കുക ദീസ് ഏരിയ, അതിനെ നമ്മൾ ടെൻഡൺ എന്നാണ് വിളിക്കുക. സോ മസിലും ബോണുമായിട്ട് ഒട്ടിച്ചു വെക്കുന്നത് ടെൻഡൺ വഴിയാണ്. സ്കെലിറ്റൽ മസിൽ നമുക്കറിയാം വോളണ്ടറി മസിൽസ് ആണ്. സ്കെലിറ്റൽ മസിൽസ് ആർ വോളണ്ടറി മസിൽസ്. വോളണ്ടറി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇഷ്ടം പോലെ, ഞാനിപ്പോൾ എഴുതുന്നതെല്ലാം വോളണ്ടറി ആക്ഷൻ ആണ്. ഞാൻ ആഗ്രഹിക്കുന്ന അനുസരിച്ച് എഴുതിക്കൊണ്ടിരിക്കുന്നത് വോളണ്ടറി ആക്ഷൻ. സോ സ്കെലിറ്റൽ മസിൽസ് ആർ വോളണ്ടറി മസിൽസ്. സോ സാധാരണ നമ്മൾ ഒരു സെൽ വരയ്ക്കാൻ മിക്കവാറും ഇങ്ങനെ ആയിരിക്കും അല്ലെ. പക്ഷെ സ്കെലിറ്റൽ മസിലിന്റെ ഒരു സെൽ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഉദ്ദേശിക്കുന്ന ടൈപ്പ് ഒരു സെല്ലാണ്. സോ ഇതിനെ നമ്മൾ സ്കെലിറ്റൽ മസിൽ ഫൈബർ എന്നാണ് വിളിക്കുക. മസിൽ ഫൈബർ എന്നും വിളിക്കുന്നത് ഇത് തന്നെയാണ്. സാധാരണ ഇറ്റ്സ് എ സ്കെലിറ്റൽ മസിൽ സെൽ തന്നെയാണ്. ഇങ്ങനെ വിളിക്കാൻ കാരണം ഇത് കുറച്ച് നീളമൊക്കെ കൂടുതലാണ്. ഉദാഹരണം സാധാരണ ഒരു 30 സെന്റിമീറ്റർ വരെയൊക്കെ നീളം വന്നേക്കാം ചില മസിൽ. ചിലപ്പോൾ അതിന് മുകളിലുള്ളതുണ്ടായിരിക്കും. നീളം കൂടുതലാണ്. സോ അതുകൊണ്ട് തന്നെ ഒരു സാധാരണ സെല്ലുകളെ പറ്റി ചിന്തിക്കുന്ന രീതിയിൽ ചിന്തിച്ചിട്ട് കാര്യമില്ല. ലോങ് സെല്ലാണ്. ലോങ് ആയിട്ടുള്ള നല്ല നീളമുള്ള സിലിണ്ട്രിക്കൽ ആയിട്ടുള്ള ഒരു സെല്ലാണ്. സിലിണ്ട്രിക്കൽ ആയിട്ടുള്ള സെല്ലാണ്. സ്കെലിറ്റൽ മസിൽ സെല്ലാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനെ സ്കെലിറ്റൽ മസിൽ സെൽ എന്ന് എപ്പോഴും പറയില്ല, മസിൽ ഫൈബർ എന്നായിരിക്കും മിക്കവാറും വിളിക്കുക. സോ വി യൂസ് ടു കോൾ ഫൈബേഴ്സ്. ഇപ്പൊ ന്യൂറോണിനെ നമ്മൾ ന്യൂറോണൽ ഫൈബർ എന്ന് വിളിക്കുക, കാരണം അതിന്റെ ആക്സോൺ വലുതാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ട്രക്ചർ ആണ് ഇതിന് ഉള്ളത്. ഈ മസിൽസിനെ പറ്റി കൂടുതൽ ഡിസ്ക്രൈബ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ മിക്കവാറും കേട്ടിട്ടുണ്ടാവും റെഡ് മസിൽ, വൈറ്റ് മസിൽ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. അതിനെ കുറിച്ചൊന്ന് പറഞ്ഞു പോയേക്കാം. സോ റെഡ് മസിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഹൈ എമൗണ്ട് ഓഫ് മയോഗ്ലോബിൻ എന്ന് പറയുന്ന പിഗ്മെന്റ് വളരെയധികം കൂടുതൽ ഉള്ളതാണ് റെഡ് മസിൽ എന്ന് പറയും. ആൻഡ് ഇത് തുടർച്ചയായിട്ട് കൺട്രാക്ട് ചെയ്യാൻ പറ്റുന്ന മസിലാണ്. സോ കണ്ടിന്യൂസ് ആൻഡ് സസ്റ്റെയിൻഡ് കൺട്രാക്ഷൻ, കണ്ടിന്യൂസ് സസ്റ്റെയിൻഡ് ആയിട്ടുള്ള കൺട്രാക്ഷൻ വേണ്ടിയിട്ടുള്ളതാണ്. സോ ഇതിനകത്ത് സ്ലോ അല്ലെങ്കിൽ ടൈപ്പ് 1 ടൈപ്പ് ഓഫ് മസിൽ ഫൈബേഴ്സ് ആണ് ഇതിനകത്ത് ഉണ്ടാവുക. ആൻഡ് ഇതിനകത്ത് മൈറ്റോകോൺട്രിയ ഒരുപാടുണ്ട്. മൈറ്റോകോൺട്രിയ ഓർ സെല്ലുലാർ റെസ്പിറേഷൻ ഡിപ്പെൻഡന്റ് ആണ്. ആൻഡ് ഇത് പതിയെ മാത്രമേ ഉള്ളൂ. ഫറ്റീഗ് അടിക്കുക, പതിയെ മാത്രം ഫറ്റീഗ് അടിക്കുന്ന മസിലാണ് റെഡ്. പക്ഷെ വൈറ്റ് ആണെങ്കിൽ അത് ഫാസ്റ്റ് ടൈപ്പ് ആണ്, ഓർ ടൈപ്പ് 2 എന്ന് വിളിക്കാം. ടൈപ്പ് 2 മസിൽ ഫൈബേഴ്സ് ആണ് അതിനകത്തുള്ളത്. മയോഗ്ലോബിൻ ഇവിടെ കൂടുതലാന്ന് പറഞ്ഞു, ഇവിടെ മയോഗ്ലോബിൻ കുറവാണ്, ലെസ് മയോഗ്ലോബിൻ. ആൻഡ് ഇത് പെട്ടെന്ന് റിലാക്സ് ഫാസ്റ്റ് ഓർ ക്വിക്കായിട്ട് റിലാക്സ് ചെയ്യാനായിട്ട് പറ്റും. മാത്രമല്ല ക്വിക്കായിട്ട് ഫറ്റീഗ് അടിക്കും, വേഗം ക്ഷീണിക്കുന്ന മസിലാണ്. ഇതിനകത്ത് മൈറ്റോകോൺട്രിയ എണ്ണം കുറവാണ്. ആൻഡ് ഇത് ഗ്ലൈക്കോളിസിസ് ആണ് കൂടുതലായിട്ട് ഡിപെൻഡ്. അപ്പൊ ഇത് പെട്ടെന്നൊക്കെ കൺട്രാക്ട് ചെയ്യാനും പെട്ടെന്ന് റിലാക്സ് ചെയ്യാനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും വൈറ്റ് മസിൽസ്. റെഡ് മസിൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് സസ്റ്റൈൻഡ് ആയിട്ടുള്ള കൺട്രാക്ഷന് വേണ്ടിയിട്ടുള്ള മസിൽസ് ആയിരിക്കും റെഡ് മസിൽസ്. ഇത് നമുക്ക് ഈ ഇൻഡിവിജ്വൽ മസിൽ ഫൈബേഴ്സ് ഓർ മസിൽ സെൽസും മൊത്തം മസിലും തമ്മിലുള്ള കണക്ഷൻസ് എങ്ങനെയൊക്കെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നോക്കാം. സോ ഇതാണ് നമ്മൾ ഈ പറഞ്ഞ ഒരു മസിൽ ഫൈബർ ഓർ മസിൽ സെൽ. സോ ഈ മസിൽ സെല്ലിന്റെ പുറത്ത് ഒരു കോട്ടിംഗ്, ഒരു കവറിംഗ് ഉണ്ടായിരിക്കും. ഇങ്ങനെ ഒരു കവറിംഗ് ഉണ്ടായിരിക്കും. ഇതിനെ നമ്മൾ വിളിക്കുക എൻഡോമൈസിയം എന്നാണ്. എൻഡോമൈസിയം. സോ എൻഡോമൈസിയം ഈസ് നത്തിങ് ബട്ട് ദ ലെയർ കവറിംഗ് ഇൻഡിവിജ്വൽ മസിൽ ഫൈബർ. ഓരോ മസിൽ ഫൈബറിനെ കവർ ചെയ്യുന്ന മസിൽ, ആ ലെയറിനെയാണ് നമ്മൾ എൻഡോമൈസിയം എന്ന് പറയും. സോ ഇങ്ങനെ ഉള്ള മസിലുകൾ, ഈ മസിലുകൾ ഫൈബേഴ്സ് ഓരോ കെട്ടുകളാക്കിയിട്ടാണ് നോക്കുക. കെട്ടുകൾ, ഇതൊരു കെട്ട്, 2, 3, 4 ഇങ്ങനെ കെട്ടുകളാക്കി വെച്ചിരിക്കുക. ആൻഡ് ഇതിന്റെ പുറത്ത് എല്ലാ മസിലുകളെയും കൂടി ചേർത്ത് ഇങ്ങനെ, ഇതിനെ നമ്മൾ വിളിക്കുക ഫെസിക്കിൾ എന്ന് വിളിക്കാം. നമ്മൾ ഇത് തന്നെയാണ് ന്യൂറോണിൽ നമ്മൾ കേൾക്കുന്നത്, ഫെസിക്കുല എന്നൊക്കെ പറയുന്നത്. ആൻഡ് ഇതിന്റെ പുറത്ത് ഒരു കവറിംഗ് ഉണ്ട്. സോ ഇതിന്റെ പുറത്ത് ഇങ്ങനെ ഒരു കവറിംഗ് ഉണ്ട്. ഈ കവറിങ്ങിനെ നമ്മൾ വിളിക്കുക പെരിമൈസിയം എന്നാണ്. പെരിമൈസിയം. സോ എൻഡോമൈസിയം, അത് കഴിഞ്ഞ് കെട്ടാക്കി അതിന്റെ പുറത്തൊരു കവറിംഗ് ആണ് പെരിമൈസിയം.
പെരിമൈസിയം. ഇപ്പൊ വിവിധ പെരിമൈസിയത്തിന്റെ ഈ ഇടയിലൊക്കെ ആയിരിക്കും നമ്മുടെ ബ്ലഡ് വെസൽസ്, ന്യൂറോൺസ് ഇവയൊക്കെ വരുന്നത് ഈ പെരിമൈസിയത്തിന്റെ ഇടയിലായി. ആൻഡ് ഇങ്ങനെയുള്ള പല കെട്ടുകൾ, ഇതൊരു കെട്ട്, ഇങ്ങനെയുള്ള പല കെട്ടുകൾ ചേർന്നിട്ട് ആണ് ഒരു മസിലാക്കി വെച്ചിരിക്കുക. സോ ഇതിന്റെ പുറത്തും ഒരു കവറിംഗ് ഉണ്ട്, ഇങ്ങനെ ഒരു കവറിംഗ് ഉണ്ട്. സോ ഇതാണ് ആ കവറിംഗ്. ആ കവറിങ്ങിനെ നമ്മൾ വിളിക്കുക എപ്പിമൈസിയം എന്നാണ്. എപ്പിമൈസിയം എന്നാണ് നമ്മൾ അതിനെ വിളിക്കുക. സോ എപ്പിമൈസിയം മീൻസ് ദ എക്സ്റ്റേണൽ കവറിംഗ് ഓഫ് സ്കെൽറ്റൽ മസിൽ. ഒരു സ്കെൽറ്റൽ മസിലിന്റെ മൊത്തത്തിൽ ഒരു കവറിങ്ങിനെയാണ് നമ്മൾ എപ്പിമൈസിയം എന്ന് വിളിക്കുക. അതിന്റെ ഉള്ളിൽ കെട്ടുകൾക്കുള്ള കവറിങ്ങിനെ നമ്മൾ പെരിമൈസിയം എന്ന് വിളിക്കും. ഓരോ മസിൽ ഫൈബറിന്റെയും കവറിങ്ങിനെ നമ്മൾ എൻഡോമൈസിയം എന്ന് വിളിക്കും. സോ ഇതൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ആൻഡ് ദീസ് ഓൾ ടുഗദർ ടെൻഡൻ വഴി എല്ലോ ആയിട്ട് ബന്ധിച്ചിരിക്കും. ഇത് നമുക്ക് കൺട്രാക്ഷനിൽ ഇമ്പോർട്ടന്റ് ഒന്നുമല്ല, എങ്കിലും ഇതൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഇനി നമ്മൾ ഈ സിംഗിൾ മസിൽ സെൽസ്, ഈ ഒരു മസിൽ സെൽസ് ഇങ്ങനെ പുറത്തേക്ക് എടുക്കുക. പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, സോ ഇവിടെ റൗണ്ട്, ഇവിടെയും റൗണ്ട്. സോ സിലിണ്ടറിക്കൽ ആണ് എന്ന് ഞാൻ പറഞ്ഞു. ആൻഡ് ഈ മസിലിന്റെ സെൽ മെംബ്രെയിനെ നമ്മൾ വിളിക്കുക, ഈ സെൽ മെംബ്രെയിനെ നമ്മൾ വേറെ പേരാ വിളിക്കുക, സാർക്കോലെമ്മ എന്നാണ് വിളിക്കുക. സാർക്കോലെമ്മ. ആക്സോണിന്റെ മസിൽ സെൽസിനെ ആക്സോലെമ്മ എന്ന് വിളിച്ച പോലെ ഇത് സാർക്കോലെമ്മ. സോ സെൽ മെംബ്രെയിൻ ആണ്, മറ്റൊന്നുമില്ല. ലെമ്മ മീൻസ് മെംബ്രെയിനിയസ് കവറിംഗ്. ആൻഡ് ഈ മസിലിന്റെ സൈറ്റോപ്ലാസത്തെയോ നമ്മൾ ആക്സോലെമ്മക്ക് ആക്സോപ്ലാസം ആണെങ്കിൽ ഇതിന് നമുക്ക് സാർക്കോപ്ലാസം എന്ന് വിളിക്കും. സാർക്കോപ്ലാസം നത്തിങ് ബട്ട് സൈറ്റോപ്ലാസം തന്നെയാണ്, പേരൊന്ന് മാറ്റിയാണ് വിളിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. സോ സാർക്കോലെമ്മ, സാർക്കോപ്ലാസം. ആൻഡ് ഈ സാർക്കോലെമ്മ എന്ന് പറയുന്നത് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് പോവുകയല്ല. ആൻഡ് റെഗുലർ ഇന്റർവെല്ലിൽ ഓരോ ഇടക്കിടക്ക് വരുമ്പോഴത്തേക്കും ഇത് ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇൻവാജിനേറ്റ് ചെയ്യുന്നുണ്ട്. ഉള്ളിലേക്ക് ഇങ്ങനെ അകത്തേക്ക് കയറിയിട്ടാണ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോവുക. അപ്പോൾ ഒരു ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ഈ എക്സ്ട്രാ സെല്ലാർ ഫ്ലൂയിഡ് ഇവിടെയും കാണും എന്നാണ് ഇതിന്റെ അർത്ഥം. ആൻഡ് ഈ ഇൻവാജിനേറ്റ് ചെയ്ത് അപ്പോൾ ഉദാഹരണത്തിന് ഇങ്ങനെ മസിലിന് ട്രാൻസ്ഫേഴ്സ് ആണ്. മസിൽ ഇങ്ങനെയാണ് പോവുക. മസിൽ ഫൈബേഴ്സിന്റെ അകത്തുണ്ട്, അതിനെപ്പറ്റി ഞാൻ പറയാം. അത് ട്രാൻസ്ഫേഴ്സ് ആയിട്ട് ഇതിങ്ങനെ വരുന്നതിനെ അപ്പോൾ നമ്മൾ ട്രാൻസ്ഫേഴ്സ് ട്യൂബ്യൂൾസ് ഓർ ടി ട്യൂബ്യൂൾസ് എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുക. സോ ഇൻവാജിനേഷൻസ് ഓഫ് ദി സാർക്കോലെമ്മ ഇൻ ടു ദ മസിൽ, അതിനെയാണ് നമ്മൾ ടി ട്യൂബ്യൂൾസ് എന്ന് വിളിക്കുക. ആൻഡ് ഈ മസിലിന്റെ സൈറ്റോപ്ലാസത്തിൽ അല്ലെങ്കിൽ സാർക്കോപ്ലാസത്തിൽ കുറെ ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള ഇങ്ങനെ ട്യൂബ്യൂൾസ് ഉണ്ട്. ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള കുറെ ട്യൂബ്യൂൾസുകൾ പോകുന്നു. ഓർ ഫിൽഡ് സ്പേസ്, സോ എന്താ പറയുക, ഫ്ലൂയിഡ് ഓർ സ്പേസ് ഫിൽഡ് സ്പേസസ് പോകുന്നുണ്ട്. ആൻഡ് ഈ ട്യൂബ്യൂൾസിന്റെ വളരെ അടുത്ത് വരെ ഇതെത്തും. സോ ഇവിടെയും എത്തും, ഇവിടേക്ക് ഇത് എത്തുന്നുണ്ട്. സോ ഇതിങ്ങനെ ലോഞ്ചിറ്റ്യൂഡിനൽ ആയിട്ടാണ് പോകുന്നത്. ആൻഡ് ഈ പോകുന്ന മെഷ് വർക്കിനെ നമ്മൾ വിളിക്കുക സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം എന്നാണ്. സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം. പ്രോട്ടീൻ സിന്തസിസ് ഇല്ലാത്ത സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആണ്. അപ്പൊ നമ്മൾ അതിനെ സാർക്കോപ്ലാസ്മിക്, എല്ലാം സാർക്കോയുണ്ട്, ഇവിടെയും സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം എന്നാണ് നമ്മൾ അതിനെ വിളിക്കുക. ആൻഡ് ഈ ഇതിനകത്ത് എന്താണ് എന്ന് ചോദിച്ചാൽ ഇതിനകത്ത് ഓർത്തു വെക്കുക, വെരി ഇമ്പോർട്ടന്റ് ആണ്, കാൽഷ്യം ഫിൽഡ് സ്പേസ് ആണ്. അതിനകത്ത് ഫുൾ കാൽഷ്യം ആണ് ഉള്ളത് എന്ന് കരുതി വയ്ക്കുക. സോ കാൽഷ്യം സെല്ലിനകത്ത് വെറുതെ കിടക്കുകയല്ല, ഇറ്റ് ഈസ് ഇൻസൈഡ് സം ഏരിയ, കുറച്ച് ഏരിയനകത്ത് വെച്ചിരിക്കുകയാണ്. അതാണ് സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം. ആൻഡ് ഈ ട്യൂബ്യൂൾ ഇവിടെ എത്തുന്ന സ്ഥലത്ത് ഇവിടെ ലോഞ്ചിറ്റ്യൂഡിനൽ ട്യൂബ്യൂൾസ് ഇവിടെ എത്തുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഇവിടെ ഇത്തിരി ഒന്ന് വീർത്താണ് ഇരിക്കുക, ചെറുതായിട്ടൊന്ന് പ്രൊജക്റ്റഡ് ആണ്, ചെറുതായിട്ടൊന്ന് പ്രൊജക്ട് ചെയ്തിരിക്കുന്ന ഈ ഭാഗത്ത് നമ്മളപ്പോൾ ടെർമിനൽ സിസ്റ്റേണെ എന്നാണ് വിളിക്കുക. സിസ്റ്റേണെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലൂയിഡ് ഫിൽഡ് സ്പേസസ് ആണ്. ബ്രെയിനിലൊക്കെ നമ്മൾ പഠിക്കുന്ന സെയിം സാധനം തന്നെയാണ്. സോ കുറച്ച് വലുതായിട്ട് ഇങ്ങനെ ഇരിപ്പുണ്ട്. സോ അപ്പുറവും ഇപ്പുറവും ഉണ്ട്. സോ ഇതിന്റെ ഒരു പ്രത്യേകത, ഈ ടി ട്യൂബ്യൂൾസിന്റെ തൊട്ടടുത്ത് ഇപ്പുറത്ത് ഒരെണ്ണം കാണും, ഇപ്പുറം ഒരെണ്ണം കാണും, ഇവിടെയും ചിലപ്പോൾ ഒരെണ്ണം കാണും, ഇവിടെയും ചിലപ്പോൾ ഒരെണ്ണം കാണും. സോ രണ്ടും കൂടി ഒന്ന് ചേർന്ന ഈ ഭാഗത്തെ നമ്മൾ സാർക്കോപ്ലാസ്മിക് ട്രയാഡ് എന്നാണ് വിളിക്കുക. സോ ഇതിനെ സാർക്കോപ്ലാസ്മിക് ട്രയാഡ്, 3 ഭാഗങ്ങളും കൂടി ചേരുകയാണ്. സോ ഇവിടെ ഒരു ഭാഗം ചേരുന്നു, ഇവിടെ ഒരു ഭാഗം ചേരുന്നു. സോ ഇതിനെ നമ്മൾ സാർക്കോപ്ലാസ്മിക് ട്രയാഡ് എന്ന് വിളിക്കും. ഈ ക്ലഫ്റ്റ്, ഇത് തമ്മിലുള്ള ക്ലഫ്റ്റിനെ നമുക്ക് ഡയാഡിക് ക്ലഫ്റ്റ് എന്ന് വിളിക്കാം. ഡയാഡിക് ക്ലഫ്റ്റ്, ഈ ക്ലഫ്റ്റ് ഓർത്തിരുന്നില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ഇതൊന്ന് ഓർത്ത് വെച്ചേക്കുക, സാർക്കോപ്ലാസ്മിക് ട്രയാഡ് ഉണ്ട് എന്ന് കാര്യം ഓർത്ത് വെച്ചേക്കുക. എന്താണ് ഇങ്ങനെ വെക്കുന്നതിന്റെ ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് എക്സ്ട്രാ സെല്ലാർ ഫ്ലൂയിഡ് ആണ്, ഇത് ഇൻട്രാ സെല്ലാർ ഫ്ലൂയിഡ് ആണ്. സോ ഇവിടെയാണ് സാധാരണ രീതിയിൽ ഒരു എക്സൈറ്റേഷൻ വരിക. എക്സൈറ്റേഷൻ വരുമ്പോൾ ഈ എക്സ്ട്രാ സെല്ലാർ ഫ്ലൂയിഡിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഇങ്ങോട്ടേക്ക് കയറണമെങ്കിൽ എളുപ്പമാണ്. സെല്ലിന്റെ പല ഭാഗത്ത്, സെല്ല് വലിയ സെല്ലാണ്. സോ അപ്പൊ സെല്ലിന്റെ പല ഭാഗത്തേക്കും ഒരേ സമയം ഒരേപോലെ എന്തെങ്കിലും അയോൺസിനൊക്കെ കയറാനായിട്ട് ഈസിയാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു ടി ട്യൂബ്യൂൾസും അതിനടുത്ത് വേഗം തന്നെ കാൽഷ്യം അകത്ത് ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളും വെച്ചിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് ഇൻ ഡീപോളറൈസേഷൻ അല്ലെങ്കിൽ നമ്മൾ എക്സൈറ്റേഷൻ വരുമ്പോൾ കാൽഷ്യം റിലീസ് ചെയ്യാൻ എളുപ്പമായിട്ട് വേണ്ടിയാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ആൻഡ് ഈ സിസ്റ്റം ഇങ്ങനെ എല്ലാം കൂടി ടി ട്യൂബ്യൂളും ഈ ലോഞ്ചിറ്റ്യൂഡിനൽ ട്യൂബ്യൂൾസും ഇതെല്ലാം കൂടി ചേർന്ന് ട്രയാഡ് എല്ലാം കൂടി ചേർന്ന് നമ്മൾ വിളിക്കുക സാർക്കോ ട്യൂബുലാർ സിസ്റ്റം എന്നാണ്. സാർക്കോ ട്യൂബുലാർ സിസ്റ്റം എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുക. ഹൃദയത്തിലും നമുക്ക് ഇതേപോലെ തന്നെ കാണാം എന്നുകൂടി മനസ്സിലാക്കുക. സ്കെൽറ്റൽ മസിലിന്റെ ന്യൂക്ലിയസിനെ പറ്റി ഇതുവരെ പറഞ്ഞില്ലല്ലോ എന്നായിരിക്കും നിങ്ങൾ ഓർക്കുക. ന്യൂക്ലിയസ് ഉണ്ട്, ന്യൂക്ലിയസ് പോളിന്യൂക്ലിയേറ്റഡ് ആണ്, ഇഷ്ടം പോലെ ന്യൂക്ലിയസ് ഉണ്ട്. ആൻഡ് ദീസ് ആർ
പെരിഫറലി ലൊക്കേറ്റഡ്, സെൻട്രലി ലൊക്കേറ്റഡ് അല്ല. കാരണം ഇതൊരു വലിയ സെല്ലാണ്, 30 സെന്റിമീറ്റർ വരെ അല്ലെങ്കിൽ ചിലപ്പോൾ അതിലും കൂടുതലൊക്കെ ഉള്ളതാണെങ്കിൽ ധാരാളം ന്യൂക്ലിയസുകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കാണാം. സോ ന്യൂക്ലിയസ് മിക്കവാറും പെരിഫറലി അറേഞ്ച്ഡ് ന്യൂക്ലിയസ് ആണ്. സ്കെൽറ്റൽ മസിൽ നമ്മൾ മൈക്രോസ്കോപ്പ് വെച്ചെടുത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, മൈക്രോസ്കോപ്പിൽ നോക്കി കഴിയുമ്പോൾ നമ്മൾ പറയാ ഇറ്റ്സ് ലുക്ക് സ്ട്രയേറ്റഡ് എന്നാണ്. സ്ട്രയേഷൻസ് കാണാം. സോ കുറച്ച് ഭാഗം ഇങ്ങനെ കട്ടി കൂടിയ ഭാഗം, കുറച്ച് ഭാഗം കട്ടി കുറഞ്ഞത്. സോ കട്ടി കൂടിയ ഭാഗവും കുറഞ്ഞ ഭാഗവും, കളർ കൂടിയതും കുറഞ്ഞ ഭാഗമൊക്കെ ആയിട്ട് ഇങ്ങനെ കാണുന്നതുകൊണ്ടാണ് നമ്മൾ ഇതിനെ സ്ട്രയേറ്റഡ് എന്ന് പറയാ. സോ സ്കെൽറ്റൽ മസിൽസ് ആർ സ്ട്രയേറ്റഡ്. അടുത്ത പോയിന്റ് ആണ് സ്ട്രയേറ്റഡ് മസിൽ ആണ്. അപ്പൊ നമുക്ക് ഇനി കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് എന്താണ് സ്ട്രയേഷൻസ് എന്നാണ് കാണുന്നത്. സോ ദി സ്ട്രയേഷൻസ് ആർ ബിക്കോസ് ഓഫ് മയോഫൈബ്രിൽ. അടുത്ത പോയിന്റ്. സോ നമ്മൾ ഇത്ര നേരം പറഞ്ഞു വരുന്നത് മസിൽ ഫൈബറിനെ കുറിച്ചിട്ടായിരുന്നു. മസിൽ ഫൈബറിനകത്ത് ധാരാളം മയോഫൈബ്രിൽ എന്ന് പറയുന്ന ഫൈബ്രിൽസ് ഉണ്ട്. സോ 100 കണക്കിന് മയോഫൈബ്രിൽസ് ഇങ്ങനെ പോകുന്നുണ്ട്, ലോഞ്ചിറ്റ്യൂഡിനൽ ആയിട്ട് ഇങ്ങനെ പോകുന്നതാണ്. അപ്പൊ അതിന്റെയാണ് ചില ഭാഗങ്ങൾ ഇങ്ങനെ കട്ടി കൂടിയിരിക്കുകയും കട്ടി കുറഞ്ഞ ഭാഗമായിട്ട് നമ്മൾ ഇങ്ങനെ കാണുക. സോ അപ്പൊ നമുക്കിനി മയോഫൈബ്രിലിനെ കുറിച്ചിട്ടാണ് കൂടുതൽ പറയേണ്ടത്. ഈ മയോഫൈബ്രിൽസ് ഉണ്ടാക്കിയിരിക്കുന്നത് 2 തരം മയോഫിലമെന്റ്സ് കൊണ്ട്. സോ മയോഫൈബ്രിൽസ് ഉണ്ടാക്കിയിരിക്കുന്നത് മയോഫിലമെന്റ്സ് കൊണ്ടിട്ടാണ്. 2 തരം പ്രോട്ടീൻസ് കൊണ്ടാണ് ഇത് പ്രധാനമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് വീണ്ടും മസിൽ ഒന്ന് ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ കുറച്ചും കൂടി വലുതായിട്ട് വരയ്ക്കാം. മസിൽ ഇങ്ങനെ നമ്മൾ വരയ്ക്കുകയാണ്. ഓക്കെ, ബാക്കിയുള്ള ഭാഗവും നമ്മൾ വരയ്ക്കുന്നില്ല. ജസ്റ്റ് ഇതാണ് ഒരു മസിൽ. മയോഫൈബ്രിൽ എന്ന് പറഞ്ഞാൽ ഇതാണ് എന്ന് കരുതുക. സോ ഈ ഭാഗം തന്നെ നമ്മൾ കുറച്ചും കൂടി വലുതാക്കുകയാണ്. അതുണ്ടാക്കിയിരിക്കുന്ന 2 തരം മയോഫിലമെന്റ്സ് കൊണ്ടിട്ടാണ് നമ്മൾ പറഞ്ഞു. മയോഫിലമെന്റ്സ് ഒന്ന് തിക്കാണ്, ഒന്ന് തിക്ക് കുറച്ചും കൂടി കട്ടിയിൽ വരയ്ക്കാം. ഒന്ന് തിക്ക് മയോഫൈബ്രിൽസ് ആണ്. കുറച്ച് ഞാൻ തിക്കായിട്ട് വരയ്ക്കുകയാണ്, കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വരച്ചത്. രണ്ടാമത്തത് തിൻ ഫിലമെന്റ്സ് ആണ്. അപ്പൊ അത് നമുക്ക് വേറൊരു കളർ എടുക്കാം. തിൻ ഫിലമെന്റ്സ് ഞാൻ ഇതിന്റെ ഇടയിലാണ് വരയ്ക്കുന്നത്. തിൻ ഫിലമെന്റ്സ്. ആദ്യത്തേത് തിക്ക്, രണ്ടാമത്തേത് തിൻ ഫിലമെന്റ്സ് ആണ്. സോ കട്ടി കുറഞ്ഞ തിൻ ഫിലമെന്റ്സിനെ നമ്മൾ ആക്റ്റിൻ എന്ന് വിളിക്കും. കട്ടി കൂടിയ തിക് ഫിലമെന്റ്സിനെ നമ്മൾ മയോസിൻ എന്നാണ് വിളിക്കുക. സോ ഇത് മയോസിൻ ആണ്, ഇത് ആക്റ്റിൻ ആണ്. സോ മയോഫിലമെന്റ്സ് ആർ മെയ്ഡ് ഓഫ് 2 ടൈപ്സ് ഓഫ് പ്രോട്ടീൻസ്. വൺ ഈസ് മയോസിൻ ആൻഡ് സെക്കൻഡ് ഈസ് ആക്റ്റിൻ. ആക്റ്റിൻ കട്ടി കുറഞ്ഞതാണ്, മയോസിൻ കട്ടി കൂടിയതാണ്. നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഈ വരച്ചിരിക്കുന്നത് ഓൾട്ടർനേറ്റ് ആയിട്ടാണ് വരച്ചിരിക്കുന്നത്. സോ ഇത് ഓൾട്ടർനേറ്റ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. സോ നടുവിൽ മയോസിൻ, അപ്പുറവും ഇപ്പുറവുമായിട്ട് ആക്റ്റിൻ ആണ് വെച്ചിരിക്കുന്നത്. ഓക്കെ, സോ തിക് ഫിലമെന്റ് നടുവിലും തിൻ ഫിലമെന്റ് അപ്പുറവും ഇപ്പുറമായിട്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ആൻഡ് ഈ തിൻ ഫിലമെന്റ്, ഈ ആക്റ്റിൻ തുടങ്ങുന്നത് Z ഡിസ്ക് എന്ന് പറയുന്ന സംഭവത്തിൽ നിന്നാണ്. സോ ദിസ് ഈസ് സ്റ്റാർട്ടിംഗ് ഫ്രം Z ഡിസ്ക്. ഇത് ഇങ്ങോട്ടും ഉണ്ട്, ഇപ്പുറത്തും Z ഡിസ്ക് ഉണ്ട്. സോ ഇതും Z ഡിസ്ക് ആണ്, ഇങ്ങോട്ടും ഇങ്ങോട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് Z ഡിസ്ക്. Z ഡിസ്കിൽ നിന്നാണ് ആക്റ്റിൻ ഇങ്ങോട്ടേക്ക് ആരംഭിക്കുന്നത്. ആൻഡ് മയോസിൻ ആരംഭിക്കുന്നത് M ഡിസ്കിൽ നിന്നാണ്. സോ ഇവിടെ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ മയോസിൻ M ഡിസ്ക്, ഇതാണ് M ഡിസ്ക്. സോ ഇങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും M ഡിസ്ക്. ഓക്കെ, സോ ഇപ്പൊ നമ്മൾ നോക്കി കഴിഞ്ഞാൽ എന്താ കാണാം? രണ്ടും കൂടി ചേർന്നിട്ട് നോക്കിയാൽ ഏകദേശം നമുക്ക് കാണാൻ പറ്റുക ഇങ്ങനെയാണ്. ഈ ഭാഗം ഇത് Z ഡിസ്ക് ആണ്, ഇത് Z ഡിസ്ക് ആണ്, ഇത് M ഡിസ്ക് ആണ്. ആൻഡ് ഈ M ഡിസ്ക് പിടിപ്പിച്ചിരിക്കുന്ന ഈ മയോസിൻ ഭാഗത്തെ നമ്മൾ A ബാൻഡ് എന്നാണ് വിളിക്കുക. സോ ഇനി നമ്മൾ ബാൻഡുകളെ കുറിച്ചാണ് പറയാൻ പോവുക. A ബാൻഡ്. ആൻഡ് ഇപ്പുറം ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ബാൻഡിന് നമ്മൾ I ബാൻഡ് എന്നാണ് വിളിക്കുക. I ബാൻഡ്. അപ്പൊ ഇതും I ബാൻഡ് ആണ്, ഇതും ആക്ച്വലി I ബാൻഡ് ആണ്. ഓക്കെ, ഇത് അപ്പുറത്ത് വീണ്ടും വരും. അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു I ബാൻഡിന്റെ പകുതി, സോ ഹാഫ് I ബാൻഡ്, അല്ലെങ്കിൽ I ബാൻഡ്, ഇവിടുത്തെ I ബാൻഡ് പ്ലസ് ദിസ് A ബാൻഡ്, ഈ A ബാൻഡ് പ്ലസ് ഇത്രയുള്ള I ബാൻഡ്, ഹാഫ് ഓഫ് ദിസ് I ബാൻഡ്. ഇത്രയും ചേർന്ന ഈ ഭാഗം, ഇവിടുന്ന് ഇവിടം വരെയുള്ള ഈ ഭാഗത്തെ നമ്മൾ വിളിക്കുക, പ്രത്യേക പേരിലാണ് വിളിക്കുക. നമ്മൾ അതിനെ വിളിക്കുക സാർക്കോമിയർ എന്നാണ് വിളിക്കുക. സോ സാർക്കോമിയേഴ്സ് ആർ ദ കൺട്രാക്ടൈൽ യൂണിറ്റ്. സോ കൺട്രാക്ഷൻ നടക്കുന്നത് ഇവിടെയാണ്, മസിൽ കൺട്രാക്ട് ചെയ്യുന്നത് ഇവിടെയാണ്. സോ കൺട്രാക്ഷൻ യൂണിറ്റ് ഓഫ് ദിസ് മസിൽ ഈസ് സാർക്കോമിയേഴ്സ് ആണ്. അത് 2 ആക്റ്റിനും മയോസിനും ചേർത്ത് ഉണ്ടാക്കിയിരിക്കുന്ന പ്രോട്ടീനുകൾ വെച്ച് ഉണ്ടാക്കിയിരിക്കുന്ന ഫിലമെന്റുകൾ ചേർത്തിട്ടാണ് ഒരു കൺട്രാക്ടൈൽ യൂണിറ്റ് ഉണ്ടാവുക. സോ ഇതേപോലെ ഇപ്പുറത്തൊക്കെ ഇങ്ങനെ പോലും 100 കണക്കിന് കൺട്രാക്ടൈൽ യൂണിറ്റ്സ് അവിടെ ഇവിടെയൊക്കെ നമുക്ക് മസിൽസിന്റെ എൻറ്റയർ ലെങ്ത്തിൽ നമുക്ക് കാണാനായിട്ട്. ഓക്കെ, സോ ഇപ്പൊ ഇതാണ് ഞാൻ വലുതായിട്ട് വരച്ചിരിക്കുന്നത്. ഇവിടെ വരയ്ക്കുകയാണെങ്കിൽ അടുത്ത് ഇങ്ങനെ 100 കണക്കിന് കൺട്രാക്ടൈൽ യൂണിറ്റ്സ് ആണ്. ഇതാണ് നമ്മൾ വലുതാക്കി വരച്ചു വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇതേപോലെ നമുക്ക് മസിൽസിന്റെ എൻറ്റയർ ലെങ്ത്തിൽ നമുക്ക് കാണാനായിട്ട്. ഇനി നമ്മൾ ഇവിടെ നിന്ന് സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ ഞാൻ ഈ ആക്റ്റിൻ വരച്ചിരിക്കുന്നത് ഇവിടം വരെയുള്ളൂ, ഈ ആക്റ്റിനും ഇവിടം വരെയുള്ളൂ വരയ്ക്കുന്നത്, തമ്മിൽ ചേർന്നിട്ടില്ല. ദർ ഇസ് എ ഗ്യാപ്പ്, ഒരു ഗ്യാപ്പ് ഉണ്ട് ഇത് തമ്മിൽ. ഈ ഗ്യാപ്പിനെയാണ് നമ്മൾ H സോൺ എന്ന് പറയാം. H സോൺ. സോ ദർ ഇസ് എ ഗ്യാപ്പ് ബിറ്റ്വീൻ ദീസ് ആക്റ്റിൻ. പിന്നെ ഞാൻ പറയാൻ പോകുന്നത് മസിൽ കൺട്രാക്ഷന്റെ ഐഡിയ ആണ് പറയാം. മസിൽ കൺട്രാക്ഷന്റെ ഐഡിയ ഇത്രേ ഉള്ളൂ. മസിൽ കൺട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആക്റ്റിൻ ഫിലമെന്റ്, ദിസ് ആക്റ്റിൻ ഫിലമെന്റ്, ഇത് രണ്ടും അടുത്തേക്ക് വരും. ഇത് ഇങ്ങോട്ടേക്ക് വരും, ഇത് ഇങ്ങോട്ടേക്ക് വരും. ഞാൻ ഇവിടം വരെ വരച്ചാൽ മതിയായിരുന്നു. ഇങ്ങനെയാണെങ്കിൽ ഇത് ഇങ്ങോട്ടേക്ക് വരുന്നു, ഇത് ഇങ്ങോട്ടേക്ക് വരും. H സോൺ അപ്പൊ ചെറുതാകും. അവസാനം രണ്ടും കൂടി കണ്ടുമുട്ടി H സോൺ ഒട്ടുമില്ലാതെ
വലുതാകുകയാണെങ്കിൽ ഫുൾ കൺട്രാക്ഷൻ ആയി. എഡ്സോൺ ഇത്ര നിൽക്കുകയാണെങ്കിൽ അത്രയും കൺട്രാക്ഷൻ ഇല്ല. സോ എഡ്സോൺ ചെറുതാകണമെങ്കിൽ ഈ ആക്ടിൻ ഇങ്ങനെ അടുത്തേക്ക് വരണമെങ്കിൽ നടുവിലുള്ള ഈ മയോസിൻ വിചാരിക്കാം. മയോസിനും ആക്ടിനും തമ്മിൽ ബന്ധപ്പെടാം. ഇങ്ങനെയും ഇയാൾക്ക് ഇവിടെയും ബന്ധപ്പെടാം, ഇയാൾക്ക് ഇവിടെയും ബന്ധപ്പെടാം. സോ ഇതിന് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ആക്ടിനും മയോസിനും തമ്മിലുള്ള ഇന്ററാക്ഷൻ എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ നമുക്ക് ആക്ടിൻ എങ്ങനെ ഇരിക്കുന്നു, മയോസിൻ എങ്ങനെ ഇരിക്കുന്നു എന്ന് നമ്മൾ അതിന്റെ സ്ട്രക്ചർ ജസ്റ്റ് ഒന്ന് എളുപ്പത്തിൽ ഞാൻ ജസ്റ്റ് വരച്ച് പറയാം. സോ ഞാൻ എളുപ്പത്തിന് വേണ്ടി പടം ഒന്ന് ജസ്റ്റ് നേരത്തെ വരച്ചു വെച്ചു. ഈ മയോഫൈബ്രിലെ 2 പ്രോട്ടീൻ ആണ് നമ്മൾ കണ്ടത്, സ്ട്രക്ചറൽ പ്രോട്ടീൻ. ഒന്ന് ഇത് മയോസിൻ ആണ്, ഈ ബ്ലാക്ക് കളർ ഈസ് മയോസിൻ, ഇത് ആക്ടിൻ ആണ്. സോ അത് കുറച്ചൊന്ന് ഷേപ്പ് മാറ്റി ഞാൻ വരച്ചു മാത്രമേ ഉള്ളൂ. ഇനി ഇതിനകത്ത് വേറെ ചില പ്രോട്ടീൻസ് കൂടി ഉണ്ട്. സോ ദീസ് 2 ആർ സ്ട്രക്ചറൽ പ്രോട്ടീൻ. ഇനി ഇവ തമ്മിൽ ഇന്ററാക്ട് ചെയ്യണമെങ്കിൽ, ഞാൻ ഈ പച്ച കളറിൽ വരച്ചിരിക്കുന്നതാണ്, ഇന്ററാക്ട് ചെയ്യണമെങ്കിൽ ചില പ്രോട്ടീന്റെ സഹായം കൂടി വേണം. സോ ഇത് 2 സ്ട്രക്ചറൽ പ്രോട്ടീൻസ് വിളിക്കാം. രണ്ടാമത്തത് റെഗുലേറ്ററി പ്രോട്ടീൻസ് ആണ്. റെഗുലേറ്ററി പ്രോട്ടീൻസ് എന്ന് പറയുന്ന ചില പ്രോട്ടീൻസ് ഉണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ട്രോപ്പോണിൻ ആണ് ഒന്ന്, ട്രോപ്പോണിൻ ആൻഡ് ട്രോപ്പോമയോസിൻ എന്ന് പറയുന്ന ചില പ്രോട്ടീൻ കൂടിയുണ്ട്. ദെൻ പിന്നെയും കുറച്ച് പ്രോട്ടീൻ കൂടിയുണ്ട്. അത് ഈ ആക്ടിനെയും മയോസിനെയൊക്കെ ചേർത്ത് പിടിക്കുന്ന പ്രോട്ടീൻ ആണ്. അപ്പൊ പ്രോട്ടീന്റെ പേര് ഇപ്പൊ ആക്ടിൻ ഫിലമെന്റ്, ഇത് സി ഡിസ്ക് ആണ്, നമുക്കറിയാം സി ഡിസ്ക്. ആക്ടിൻ ഫിലമെന്റ് ഇവിടെ പിടിപ്പിച്ചിരിക്കുന്നത് നെബുലിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ ആണ്. ദെൻ മയോസിൻ ഇവിടെ ചേർത്ത് വെച്ചിരിക്കുന്നത് ടൈറ്റിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ ആണ്. ഓക്കെ, പിന്നെ കുറച്ച് പ്രോട്ടീൻ കൂടിയുണ്ട്. ഡിസ്ട്രോഫിൻ ഉണ്ട്, ഡെസ്മിൻ എന്നൊക്കെ പറയുന്ന ചില പ്രോട്ടീൻസ് കൂടിയൊക്കെ ഉണ്ട് കേട്ടോ. സോ അതൊന്നും നമ്മളിപ്പോ എടുക്കുന്നില്ല. നമ്മൾക്ക് തൽക്കാലം വേണ്ടത് ഇതാണ്, ട്രോപ്പോണിൻ ആൻഡ് ട്രോപ്പോമയോസിൻ എന്ന് പറയുന്ന പ്രോട്ടീനെ കുറിച്ചിട്ടാണ് നമുക്ക് വേണ്ടത്. സോ നമുക്കിപ്പോൾ അറിയാവുന്നത് 2 കൺട്രാക്ടൈൽ പ്രോട്ടീൻ, ഇത് ആക്ടിൻ ആണ്, ഇത് മയോസിൻ ആണ്. ദെൻ റെഗുലേറ്ററി പ്രോട്ടീൻസ് ഇവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട്. ആക്ടിന്റെ പുറത്താണ് റെഗുലേറ്ററി പ്രോട്ടീൻ ഇരിക്കുന്നത്. ഒന്ന് ട്രോപ്പോണിൻ ആണ്, ട്രോപ്പോമയോസിൻ ആണ്, ട്രോപ്പോമയോസിൻ. സോ ഇത്രയും കാര്യങ്ങൾ മതി നമുക്ക് കൺട്രാക്ഷനെ പറ്റി പറയാം. നമുക്ക് ആദ്യം ഈ മയോസിന്റെ സ്ട്രക്ചർ ഒന്ന് നോക്കാം. മയോസിനിൽ 2 ഹെവി ചെയിൻസ് ഉണ്ട്, 2 ലൈറ്റ് ചെയിൻസ് ഉണ്ട് എന്ന് ആദ്യം മനസ്സിലാക്കുക. അത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സോ ഞാൻ വരച്ചിരിക്കുന്നത് ഏകദേശം ഇങ്ങനെയാണ്. സോ ഇതാണ് ക്ലബ് ഷേപ്ഡ് എന്നാണ് പറയാം. എന്ന് വെച്ചാൽ ഗോൾഫ് കളിക്കുന്ന ആ ബാറ്റ് ഒക്കെ പോലെയാണ് ഇരിക്കുക. ഗോൾഫ് കളിക്കുന്ന ബാറ്റിന്റെ അറ്റം ഇങ്ങനെയാണല്ലോ ഇരിക്കുക. ഓക്കെ, സോ ഇച്ചിരി കൂടി നീളം വേണമെന്ന് വെച്ചാൽ ഗോൾഫ് കളിക്കുന്ന ബാറ്റ് പോലെ. ആൻഡ് ഇതാണ് അതിന്റെ ഹെവി ചെയിൻസ്. ഹെവി ചെയിൻസ് വെച്ചാൽ 2 ഉണ്ട്, ഇങ്ങനെ ഇരിക്കും. സോ ഈ ഭാഗത്തിന് നമ്മൾ ടെയിൽ എന്നാണ് വിളിക്കുക. ആൻഡ് ഇതാണ് അതിന്റെ ഹെഡ് ഭാഗം. ഇത് ലൈറ്റ് ചെയിൻ വെച്ചിട്ട് ഉണ്ടാക്കി. ആൻഡ് ഹെവി ചെയിൻസ് എല്ലാം കൂടി ചേർത്തിട്ടാണ് ഇപ്പൊ വേറൊരു മയോസിൻ വരയ്ക്കുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ വരയ്ക്കും. ഓക്കെ, ഇവിടെ എന്റെ ഹെഡ്. വേറൊന്നും കൂടി വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ വരയ്ക്കും. ഓക്കെ, ഇവിടെ ഉള്ളത് ഇങ്ങോട്ടേക്ക് പോകുന്നത് ഇങ്ങോട്ടേക്ക്. സോ ഇത് ഇങ്ങോട്ടേക്ക് പോകുന്നത്, ഇവിടെ എം ഡിസ്ക് ആണെങ്കിൽ ഇത് ഇങ്ങോട്ടേക്ക് പോകുന്നത് ഇങ്ങനെ വരയ്ക്കാം. ഒരെണ്ണം കൂടി വരയ്ക്കണമെങ്കിൽ ഇങ്ങനെ വരയ്ക്കും. ഓക്കെ, ഒരെണ്ണം കൂടി വരയ്ക്കണമെങ്കിൽ ഇങ്ങനെ വരയ്ക്കും. ഇങ്ങോട്ടേക്ക് വേണമെങ്കിൽ ഇതാ ഇങ്ങനെ വരയ്ക്കാം, ഇങ്ങോട്ടേക്ക് വേണമെങ്കിൽ ഇങ്ങനെ വരയ്ക്കാം. സോ ഓക്കെ, അതാണ് ഈ കിട്ടിയിരിക്കുന്നത്. ആൻഡ് ഇതിന്റെ എല്ലാ ഈ ഹെവി ചെയിൻസ് എല്ലാം കൂടി ചേർത്തിട്ടാണ് നമുക്ക് ഇങ്ങനെയുള്ള ആ ഭാഗം കിട്ടുക. ഇത് ആൻഡ് മീൻസ് ദിസ് ലൈറ്റ് ചെയിൻ. ലൈറ്റ് ചെയിൻസിൽ 2 ഭാഗങ്ങളുണ്ട്. ഞാനിപ്പോ ഇങ്ങനെ വലുതാക്കി വരയ്ക്കുകയാണ്. 2 ഭാഗങ്ങൾ. ഒന്ന് കൺട്രാക്ടൈൽ പ്രോട്ടീൻ ആക്ടിനുമായിട്ട്. സോ ഈ ആക്ടിനുമായിട്ട് ഇങ്ങനെ ഒട്ടിച്ചേരാവുന്ന ഒരു ഭാഗം. സോ ആക്ടിൻ ബൈൻഡിങ് സൈറ്റ് ഉണ്ട്, ആക്ടിൻ ബൈൻഡിങ് സൈറ്റ്. രണ്ടാമത്തത് ATP ബൈൻഡിങ് സൈറ്റ് ആണ്. ATP ബൈൻഡിങ് സൈറ്റ് ആണ്. ബൈൻഡിങ് മാത്രമല്ല, ATPയെ ഹൈഡ്രോലൈസ് കൂടി ചെയ്യാനുള്ള സൈറ്റ് ആണ്, ATP ഹൈഡ്രോലൈസിങ് സൈറ്റ്. സോ ഇവിടെ ഒന്ന് ATP പിടിക്കാം. സോ അതിന്റെ അർത്ഥം ഇവിടെ ഒരു ഭാഗത്തിന് ഇവിടെ ഒന്ന് ഇതുമായിട്ട് ബന്ധപ്പെടാം, അടുത്ത ഭാഗത്തിന് ATP ആയിട്ടും പിടിക്കാം എന്നാണ് അർത്ഥം. സോ ഇതാണ് മയോസിൻ. ഇനി നമുക്ക് ആക്ടിൻ ഫിലമെന്റിനെ കുറിച്ച് നോക്കാം. നമുക്ക് ഇതിനെ കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കി കഴിഞ്ഞാൽ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് 2 ചെയിൻ വെച്ചിട്ടാണ്. 2 ചെയിൻ എന്ന് പറയുമ്പോൾ അതിൽ G ആക്ടിൻ എന്ന് പറയുന്ന ഒരു സംഭവം വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. സോ അത് വെച്ചിട്ട് 2 ചെയിൻ ഉണ്ടാവും. സോ ഞാൻ ഇങ്ങനെ വരയ്ക്കുകയാണ്, G ആക്ടിൻ ആണ് ഇതെല്ലാം. ആൻഡ് 2 ചെയിൻ ഉണ്ടെന്ന് പറഞ്ഞു, അപ്പൊ ഞാൻ അടുത്തത് ഇങ്ങനെ വരയ്ക്കണം. ഇതും G ആക്ടിൻ ആണ്. സോ ഇത് 2 ഒരെണ്ണത്തിന് നമ്മൾ F ആക്ടിൻ എന്ന് പറയും. സോ അത്രയും ഡീറ്റെയിലേക്കൊന്നും പോകുന്നില്ല. നമുക്കിപ്പോൾ തൽക്കാലം G ആക്ടിൻ വെച്ചിട്ടുള്ള പോളിമർ, ഓക്കെ, അത്ര മതി. ആൻഡ് 2 പോളിമർ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഏകദേശം ഒരു 300 to 400 G ആക്ടിൻസ് ഉണ്ടാകും. ആൻഡ് ഓരോ 7 G ആക്ടിൻ കഴിയുമ്പോൾ 1 2 3 4 5 6 7 G ആക്ടിൻ കഴിയുമ്പോഴത്തേക്കും ഇവിടെ ഒരു ഗ്രൂവ് ഉണ്ട്. സോ ദർ ഇസ് എ ഗ്രൂവ് ഹിയർ. ഇവിടെയാണ് നമ്മുടെ മയോസിന് വന്ന് ഒട്ടിപ്പിടിക്കാനുള്ള ഏരിയ. മയോസിൻ ഞാൻ പറഞ്ഞു ബ്ലാക്ക് കളറിലാണ്. മയോസിന്റെ ഹെഡ് വന്ന് ഒട്ടിപ്പിടിക്കാവുന്നത് ഇവിടെയാണ്. പക്ഷേ ഈ ഭാഗം നമ്മൾ മൂടി വെച്ചിരിക്കുകയാണ്. ഇവിടെ നമ്മൾ അനുവാദമില്ല, ഇവിടെ ഒട്ടാൻ അനുവാദമില്ല അല്ലെ. ഈ ഭാഗം മൂടി വെച്ചിരിക്കുകയാണ്. ആരാണ് ഇവിടെ ഉള്ളത്? അവിടെ ഉള്ളത് ട്രോപ്പോമയോസിൻ ആണ്. ട്രോപ്പോമയോസിൻ എന്ന് പറയുന്ന ഒരു റെഗുലേറ്ററി പ്രോട്ടീൻ അവിടെ ഇരിക്കുകയാണ്. അതിന്റെ പുറത്ത് വേറെ ആരുണ്ട്? സോ ട്രോപ്പോമയോസിൻ മാറ്റണം. മയോസിന് ആക്ടിനായിട്ട് ഒട്ടിച്ചേരണമെങ്കിൽ ഇത് മാറ്റണം. സോ ഇതിന്റെ പുറത്ത് ഈ റെഗുലേറ്ററി പ്രോട്ടീൻ, അവിടെയുള്ള ഒരു പ്രോട്ടീൻ ആണ് ട്രോപ്പോണിൻ എന്നാണ് അതിന്റെ പേര്. സോ ട്രോപ്പോമയോസിന്റെ പുറത്ത് ട്രോപ്പോണിൻ എന്ന് പറയുന്ന സംഭവം ഇരിപ്പുണ്ട്. ഈ ട്രോപ്പോണിന് 3 ഹെഡ് ഉണ്ട്, 3 ഭാഗങ്ങളുണ്ട്, 3 പ്രോട്ടീൻ ഭാഗങ്ങളുണ്ട്.
ഒന്ന് ഐ ഭാഗമാണ്. ഐ മീൻസ് ഇന്ററാക്ടിങ് വിത്ത് ആക്ടിൻ, ആക്ടിനുമായിട്ട് ഒട്ടിച്ചേരുന്ന, ഇതുമായിട്ട് ഒട്ടിച്ചേർന്നിരിക്കുന്ന ഭാഗം. രണ്ടാമത്തെ ഭാഗം ടി ഭാഗമാണ്. ടി ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ട്രോപ്പോമയോസിൻ, ഇതുമായിട്ട് തന്നെ ഏതിലാണ് ഒട്ടിച്ചേർന്നിരിക്കുന്നത് അതുമായിട്ട് ഒട്ടിച്ചേരാനുള്ള ഭാഗം. ആൻഡ് മൂന്നാമത്തെ ഭാഗം എന്ന് വെച്ചാൽ സി ആണ്. സി മീൻസ് കാൽഷ്യം ഒട്ടിച്ചേരുന്ന ഭാഗം. സോ അതാണ് ട്രോപ്പോണിൻ സി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേമസ് ആണ് ട്രോപ്പോണിൻ സി. സോ ട്രോപ്പോണിന് 3 ഭാഗങ്ങൾ, ഒന്ന് ആക്ടിനുമായിട്ട് ഒട്ടിച്ചേരാനുള്ള ഭാഗം, ഒന്ന് പോമയോസിനുമായിട്ട് ഒട്ടിച്ചേരാനുള്ള ഭാഗം, ഒന്ന് കാൽഷ്യവുമായിട്ട് ഒട്ടിച്ചേരാനുള്ള ഭാഗം. സോ ഈ ട്രോപ്പോണിൻ സിയിൽ കാൽഷ്യം വന്ന് ഒട്ടിച്ചേരുകയാണെങ്കിൽ കഥ മാറും. സോ കഥയിൽ ട്വിസ്റ്റായി. സോ ഈ റെഗുലേറ്ററി പ്രോട്ടീനിൽ ഈ ട്രോപ്പോണിലെ ഒരു കൺഫർമേറ്ററി ചേഞ്ച്, നമ്മളതാണ് പറയാം കൺഫർമേഷണൽ ചേഞ്ച്. കൺഫർമേഷണൽ ചേഞ്ച് ഒക്കെ ആണ് നമ്മുടെ സ്ഥിരം ടിപ്പിക്കൽ വാക്ക്. സോ കൺഫർമേഷണൽ ചേഞ്ച് ഉണ്ടാവുന്നു, ഇത് ഇവിടെ നിന്ന് അങ്ങോട്ട് മാറിക്കൊടുക്കും. സോ ഇതിവിടെ ഇല്ല, ചിലപ്പോൾ ഇപ്പുറത്ത് മാറിയിട്ടുണ്ടാവും. പക്ഷെ ഇപ്പൊ എന്ത് പറ്റും, ദിസ് മയോസിന് ഇപ്പൊ ഇവിടെ ഒന്ന് ഒട്ടിച്ചേരാൻ പറ്റും. ഈ സംഭവം ഇല്ലെങ്കിൽ മയോസിന് കൂളായിട്ട് ഇവിടെ ഒന്ന് ഒട്ടിച്ചേരാനായിട്ട് പറ്റും. പക്ഷെ മയോസിന് അപ്പൊ റെഡി ആയിട്ട് ഇരിക്കണം. ഓക്കെ, അപ്പൊ ഈ കാൽഷ്യം ഇവിടെ ഇങ്ങനെ എത്തുന്നതിനെയാണ് നമ്മൾ എക്സൈറ്റേഷൻ എന്ന് പറയാ. സോ മസിൽ എക്സൈറ്റേഷൻ, ഡീപോളറൈസേഷൻ എന്ന് വെച്ചാൽ കാൽഷ്യം എത്തുക എന്നുള്ളതാണ്. കാൽഷ്യം വന്നിട്ട് കൺട്രാക്ഷൻ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ അതിനെ എക്സൈറ്റേഷൻ, കൺട്രാക്ഷൻ, കപ്ലിംഗ് എന്നാണ് പറയുക. രണ്ടും കൂടി ഒത്തുചേരുകയാണ്. ആൻഡ് അപ്പോഴത്തേക്കും ഇവിടെ ചില മാറ്റങ്ങൾ വരണം. മയോസിൻ റെഡി ആവണം. മയോസിൻ അതിനെ പുറത്തുള്ള ATP ഒക്കെ മാറ്റി കുറച്ച് ഫ്രീ ആയിട്ട് ഇവിടെ ഒട്ടിച്ചേരാനുള്ള പാകതയിലെത്തണം. മയോസിൻ വന്നിവിടെ ഒട്ടിച്ചേരുന്നതിനെ നമ്മൾ വിളിക്കുക ക്രോസ് ബ്രിഡ്ജിങ് എന്നാണ്. ക്രോസ് ബ്രിഡ്ജിങ്. മയോസിൻ ഇവിടെ പിടിച്ചിട്ട് ഒരു തള്ളിങ്ങോട്ട് തള്ളും, ഒരു തള്ള്. അതിന് നമ്മൾ പവർ സ്ട്രോക്ക് എന്നാണ് വിളിക്കുക, പവർ സ്ട്രോക്ക്. സോ ഇത്തരം കാര്യങ്ങൾ നടക്കുമ്പോഴാണ് മസിൽ കൺട്രാക്ഷൻ നടക്കുക. സോ അക്കാര്യങ്ങൾ മസിൽ കൺട്രാക്ഷൻ എങ്ങനെ നടക്കുന്നു എന്നുള്ളത് നമ്മൾ അടുത്ത വീഡിയോയിൽ പറയാം. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ പേഷ്യന്റ് ലിസണിങ്.